ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ബ്രെഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇതിൻ്റെ ഫില്ലിംഗ് വരുന്നത് ഈത്തപ്പഴം തേങ്ങയും ഉപയോഗിച്ചുള്ള ഒരു ഫില്ലിംഗ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് അല്പം കാഷ്യൂനട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. ഇതൊന്ന് അല്പം ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് അല്പം ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ടതില്ല, ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ നിറം അല്പം ഒന്ന് ചേഞ്ചായി വരണം. ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല, അല്പം ഒന്ന് നിറം മാറി വന്നാൽ മതി. അതോടൊപ്പം തന്നെ നല്ല മണം വരികയും വേണം. നമുക്കിതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഒരുപാട് ചേർക്കേണ്ട, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട. നമുക്ക് പഞ്ചസാരയും തേങ്ങയും കൂടി നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി തേങ്ങയും നല്ലവണ്ണം പിടിക്കുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് ഇത് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈത്തപ്പഴം അല്പം ഒന്ന് ഉടഞ്ഞു വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കയ്യിൽ ബോളാക്കി എടുക്കാൻ രൂപത്തിൽ ഇത് പറ്റണം. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. തവി ഉപയോഗിച്ച് ഈത്തപ്പഴം അല്പം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് റെഡിയായി വരും. ഇപ്പോൾ നമുക്ക് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടാറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്പം ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റാം. ഇതിങ്ങനെ തന്നെ ബോൾസാക്കി സെർവ് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇങ്ങനെ തന്നെ. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റണം. ചെറിയ ചൂട് വേണം, അല്ലെങ്കിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. കയ്യിൽ അല്പം ഗീ തടവുകയാണെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് വേണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. ഈ ഒരു അളവ് കൊണ്ട് ഏകദേശം 12 ബോൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലൊന്ന് കവർ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് സ്ലൈസസ് എടുക്കാം. ഇതിൻ്റെ സൈഡൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. സൈഡോട് കൂടി ചെയ്യുകയാണെന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നല്ലത് സൈഡ് കളയുകയാണ്.
ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും സൈഡ് കളഞ്ഞ് എടുത്ത് വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുക്കാം. ഓരോ ബ്രെഡ് സ്ലൈസസും വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ച് എക്സസ് ആയിട്ടുള്ള വെള്ളം പ്രസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബൗൾ ഇതിൻ്റെ സെൻറ്ററിലോട്ടായി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലൊരു ബോൾ രൂപത്തിലാക്കിയെടുക്കണം. നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമുക്കിത് നല്ലവണ്ണം കൈ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലൊരു ബോളാക്കി മാറ്റാം. വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നതിന് പകരമായി പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്താലും മതി. പാലിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെള്ളത്തിലായാലും മതി. ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള വാട്ടർ റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. വെള്ളം നല്ലവണ്ണം പ്രസ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നല്ലൊരു ബോൾ രൂപത്തിലാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടായാൽ ഫ്ലെയിം ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഡാർക്ക് ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എല്ലാ വശവും ഒരുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആകണം. ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റ് മതി ഇത് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാതെ പ്രത്യേകം സൂക്ഷിക്കണം. നമുക്ക് ഫില്ലിംഗ് നേരത്തെ തന്നെ തയ്യാറാക്കി ബോളുകളാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ബ്രെഡിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. 1-2 മാസം വരെ ഈ ഫില്ലിംഗ് കേടുകൂടാതെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ സ്നാക്ക് നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ ഇത് ബ്രെഡിൽ കവർ ചെയ്ത് ചെയ്യുന്നതാണെന്ന് തോന്നുകയില്ല. പുറംവശം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഡോ പോലെയാണ് ഉണ്ടാകുക. നമുക്ക് ബ്രെഡിൽ ചെയ്തതാണെന്ന് തോന്നുകയില്ല, അത്ര ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാച്ച് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇടാം. എക്സസ് ആയിട്ടുള്ള എണ്ണ പോവാൻ അത് സഹായിക്കും. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്നാക്ക് ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ ഇതുപോലെയാണ്. പുറംവശം നല്ല ക്രിസ്പി ആയിരിക്കും. അതേസമയം ഉള്ളിലെ ഫില്ലിങ് നല്ല ടേസ്റ്റിയുമായിരിക്കും. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.